ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ബാങ്കിങ്, മീനിങ്, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ 5 മൊഡ്യൂൾസാണുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ്, തേർഡ് ഈ മൂന്നും ബാങ്കിങ്ങിനെ കുറിച്ചും 4th 5th ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ബാങ്കിങ്. എന്താണ് ബാങ്കിങ്ങിൻ്റെ മീനിങ്? ഒരു ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഇട്ട ഫണ്ട് ആർക്കൊക്കെയാണോ ആവശ്യം അവർക്ക് കൊടുക്കാനും ലൈസൻസ് കിട്ടിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ബാങ്ക് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ അതിന് കുറേ ഫിനാൻഷ്യൽ സർവീസസുകളുണ്ട്. ലൈക്ക് വെൽത്ത് മാനേജ്മെൻറ്റ്, കറൻസി എക്സ്ചേഞ്ച്, സേഫ് ബോക്സസ്, ഇങ്ങനത്തെ പലതരത്തിലുള്ള സർവീസസുകളും നമ്മുടെ ബാങ്കിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള ബാങ്ക്സ് ഉണ്ട്. നമുക്കറിയാവുന്നതാണ് കൊമേഴ്സ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, അങ്ങനത്തെ കുറേ ബാങ്കുകളുണ്ട്. നമ്മുടെ മോസ്റ്റ് ഓഫ് ദി കൺട്രീസിൽ ഈ ബാങ്കിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നാഷണൽ ഗവൺമെൻറ് ഓർ സെൻട്രൽ ബാങ്ക്. നാഷണൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കാണ് ഭൂരിഭാഗം രാജ്യങ്ങളിലെയും ബാങ്കിൻ്റെ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈസൻസ് ടു റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് മേക്ക് ലോൺസ്. അതായത് ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ ലോൺസ് കൊടുക്കാനും ലൈസൻസ് കിട്ടിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക്സ് മേ ഓൾസോ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് സച്ചസ്, പലതരത്തിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെൽത്ത് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച്, സേഫ് ഡെപ്പോസിറ്റ് ബോക്സസ്, ഇങ്ങനത്തെ തരത്തിലുള്ള പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസും നമ്മുടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ദർ ആർ സെവറൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബാങ്ക്സ്. പലതരത്തിലുള്ള ബാങ്ക്സ് ഉണ്ട്. റീറ്റെയിൽ ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, ഇങ്ങനത്തെ പലതരത്തിലുള്ള ബാങ്ക്സ് ഉണ്ട്. ഇൻ മോസ്റ്റ് കൺട്രീസ് ബാങ്ക്സ് ആർ റെഗുലേറ്റഡ് ബൈ ദി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മോസ്റ്റ് ഓഫ് ദി കൺട്രീസിലും ഈ ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരൊക്കെ? നാഷണൽ ഗവൺമെൻറ് ഓർ സെൻട്രൽ ബാങ്ക്. നാഷണൽ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കാണ് ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് എ ബാങ്ക്. എന്താണ് ഒരു ബാങ്കിൻ്റെ ഡെഫിനിഷൻ? അക്കോർഡിംഗ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഡിഫൈൻഡ് ബാങ്കിങ് ആസ്, നമ്മുടെ ബാങ്ക്സിന് കൺട്രോൾ ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ച് ബാങ്കിനെ ഡിഫൈൻ ചെയ്യുന്നത് ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. പബ്ലിക്കിൻ്റെ ഇന്ന് ഫണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഫണ്ട് ഉപയോഗിച്ച് ആർക്കാണോ ഫണ്ടിന് ആവശ്യം അവർക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാം. അതാണ് പറയുന്നത് ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്നില്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇന്ന് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഫണ്ട് കൊടുക്കാം. ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്. അത് എങ്ങനെ റീപേയബിൾ ചെയ്യാം? റീപേയബിൾ ഓൺ ഡിമാൻഡ്. എപ്പോഴാണോ പബ്ലിക് ഡിമാൻഡ് ചെയ്യണത് അപ്പോൾ റീപേയ്മെൻറ്റ് നടത്തണം. ഓർ അതർവൈസ്. ആൻഡ് വിത്ത്ഡ്രോവൽ ബൈ, അത് വിത്ത്ഡ്രോ ചെയ്യേണ്ടത്, ആ ഫണ്ട് വിത്ത്ഡ്രോ ചെയ്യേണ്ടത് ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഒന്നില്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ ഫണ്ട് ആവശ്യമുള്ളപ്പോൾ നമ്മളത് വിത്ത്ഡ്രോ ചെയ്തെടുക്കുക. വിത്ത്ഡ്രോ ചെയ്യുന്നത് ഏതൊക്കെ വെച്ചാൽ ചെക്ക്, ഡ്രാഫ്റ്റർ, ഓർഡർ ഓർ അതർവൈസ്. ഒന്നും കൂടി പറയാം. ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുകയും അതുപോലെ തന്നെ ഫണ്ട് ആർക്കാണോ ആവശ്യം അവർക്ക് ലെൻഡ് ചെയ്യുകയും ചെയ്യാം. റീപേയബിൾ ഓൺ ഡിമാൻഡ്. പബ്ലിക് എപ്പോഴാണോ ആ ഫണ്ട് ചോദിക്കുന്നത് ആ സമയത്ത് അത് തിരിച്ചു കൊടുക്കാൻ ബാങ്കുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അവർ ബാങ്കിനെ സമീപിച്ചാൽ അവരുടെ ഡെപ്പോസിറ്റിനുള്ള ഫണ്ട് തിരിച്ചു കൊടുക്കണം. അവരാവശ്യപ്പെടുന്ന ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ബാങ്കിന്. റീപേയബിൾ ഓൺ ഡിമാൻഡ്. എപ്പോഴാണോ തിരിച്ച് ചോദിക്കുന്നത് ആ സമയത്ത് കൊടുക്കണം. ഓർ അതർവൈസ്. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ വിത്ത്ഡ്രോ ചെയ്യാം? വിത്ത്ഡ്രോ ബൈ ചെക്ക്, ഡ്രാഫ്റ്റർ ഓർ അതർവൈസ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഡിഫൈൻ ബാങ്കിങ് ആസ് accepting for the purpose of lending or investment of deposit of money from the public, repayable on demand or otherwise,
ആൻഡ് വിത്ത്ഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഇതാണ് ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ. ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ നമ്മുടെ ഈ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഡിഫൈൻ ബാങ്ക് എന്ന് വെച്ച്. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഡെഫിനിഷൻ, ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി, ഇത് നല്ല കറക്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ബാങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. ഡീൽസ് ഇൻ മണി. നമുക്കറിയാലോ ഒരു ബാങ്കിൽ എന്താ നടക്കണേ, അവർ പബ്ലിക്കിൻ്റെ നിന്ന് ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു, ആ ഫണ്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ബാങ്കിൽ എപ്പോഴും എന്തിൻ്റെ ട്രാൻസാക്ഷൻസ് ഉള്ളത്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് ബാങ്കിലുള്ളത്. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ഓർ ഫേം ഓർ കമ്പനി. നമുക്കറിയാം ഒരു ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ അതൊരു ഫേം ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം. മനസ്സിലായ? എ ബാങ്ക് മേ ബി എ പേഴ്സൺ, ഫേം ഓർ എ കമ്പനി. എ ബാങ്കിങ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് ഡൂയിങ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ്. ബാങ്കിങ്ങിൻ്റെ ബിസിനസ് നടത്തുന്ന എല്ലാതും, അത് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു ഫേം ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം. എവിടെയായാലും ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് നടത്തുകയാണെങ്കിൽ അവരെ നമ്മൾ ബാങ്ക് എന്നാണ് പറയുക. നെക്സ്റ്റ്, ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. നമുക്കറിയാം പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ട്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, റിക്കറിങ് ഡെപ്പോസിറ്റ്. ഇങ്ങനെ പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉപയോഗിച്ച് പബ്ലിക്കിൻ്റെ കയ്യിൽ സർപ്ലസ് ഉള്ള ഫണ്ട് ബാങ്ക് കളക്ട് ചെയ്യും. A bank accepts money from the pupil in the form of deposit, which is usually repayable on demand or after the expiry of fixed period. അതായത് ഇപ്പം നമ്മൾ കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്, അങ്ങനത്തെ ഡെപ്പോസിറ്റുകൾ നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പം നമുക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ അവരത് റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്, അവർക്ക് റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പീരീഡ്, ഇപ്പോൾ 5 years ആണെങ്കിൽ ഈ 5 yearsന് ശേഷം ആ ഫണ്ട് റിട്ടേൺ ചെയ്യണം. അതാണ് പറയുന്നത് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ്, ഗീവിങ് അഡ്വാൻസസ്. അതായത് എ ബാങ്ക് ലെൻഡ് ഔട്ട് മണി ഇൻ ദ ഫോം ഓഫ് ലോൺസ് ടു ദോസ് ഹു റിക്വയർ ഇറ്റ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. അതായത് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി അവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ അഗ്രികൾച്ചറിന്, ബിസിനസ്സിന്, അങ്ങനെ പലതരത്തിലുള്ള പർപ്പസിന് വേണ്ടി അവർ പബ്ലിക്കിൻ്റെ നിന്ന് സർപ്ലസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്ന ഡെപ്പോസിറ്റ് ആവശ്യക്കാർക്ക് ലോണായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. അതാണ് പറയുന്നത് ഗീവിങ് അഡ്വാൻസസ്. എ ബാങ്ക് ലെൻഡ് ഔട്ട് മണി ഇൻ ദ ഫോം ഓഫ് ലോൺസ് ടു ദോസ് ഹൂ റിക്വയർ ഇറ്റ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. അത് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി ആ കിട്ടിയ ഡെപ്പോസിറ്റ് ഉപയോഗിച്ച് ലോൺസ് കൊടുക്കും. നെക്സ്റ്റ്, പേയ്മെൻറ്റ് ആൻഡ് വിത്ത്ഡ്രോവൽ. അതായത് നമുക്ക് എപ്പോഴായാലും ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അതായത് ഡെപ്പോസിറ്റ് ചെയ്യാം, വിത്ത്ഡ്രോ ചെയ്യാം. ഏതൊക്കെ ഉപയോഗിച്ച്? ചെക്ക്, ഡ്രാഫ്റ്റ്, അല്ലേ? നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്ക് കൊണ്ട് കൊടുത്താൽ നമുക്കത് നമ്മുടെ ഫണ്ട് നമുക്ക് വിത്ത്ഡ്രോ ചെയ്യാം. അതാണ് പറയുന്നത് എ ബാങ്ക് പ്രൊവൈഡ് ഈസി പേയ്മെൻറ്റ് ആൻഡ് വിത്ത്ഡ്രോവൽ ഫെസിലിറ്റി ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഇൻ ദ ഫോം ഓഫ് ചെക്ക് ആൻഡ് ഡ്രാഫ്റ്റ്. ഇറ്റ് ഓൾസോ ബ്രിങ്സ് banks money in circulation. This banks is in the form of check, draft, etc. നമ്മൾ പറഞ്ഞില്ലേ ഈസി ആയിട്ട് പേയ്മെൻറ്റ് വിത്ത്ഡ്രോവൽ നടത്താം. ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഉപയോഗിച്ച്? ചെക്ക്, ഡ്രാഫ്റ്റ്, എക്സെട്ര. നെക്സ്റ്റ്, ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസ്. അതായത് ഒരു ബാങ്ക് പലതരത്തിലുള്ള ഏജൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏജൻസി അല്ലെങ്കിൽ യൂട്ടിലിറ്റി മാതിരിയുള്ള പല സർവീസുകളും നമ്മുടെ ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ ബാങ്ക് പ്രൊവൈഡ് വേരിയസ് ബാങ്കിങ് ഫെസിലിറ്റി ടു ഇറ്റ്സ് കസ്റ്റമർ. ദേ ഇൻക്ലൂഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആൻഡ് ഏജൻസി സർവീസ്. ജനറൽ യൂട്ടിലിറ്റി സർവീസും അതുപോലെ തന്നെ ഏജൻസി സർവീസ് പോലുള്ള പല സർവീസുകളും നമ്മുടെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റേഷൻ. അതായത് ഒരു ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ അത് സർവീസ് റെൻഡർ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ ലോൺ കൊടുക്കുന്നു. ലോൺ കൊടുക്കുമ്പോൾ അവരതിന് എന്ത് വാങ്ങും? ഇൻട്രസ്റ്റ്. അത് അവരെ സംബന്ധിച്ച് എന്താ പറയുക, ബാങ്കിനെ സംബന്ധിച്ചത് പ്രോഫിറ്റാണ് അവർ റൺ ചെയ്യണം. അവർ ലാഭമാണ് അതിൽ നിന്ന് ഉണ്ടാക്കണത്. അതുപോലെ തന്നെ അത് കുറേ സർവീസസുകൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസ്, അതുപോലത്തുള്ള പല സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എന്തും കൂടി ഉണ്ടാക്കേണ്ട പ്രോഫിറ്റും കൂടിയും ഏൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എവർ ഇൻക്രീസിങ് ഫങ്ഷൻ.
നമ്മുടെ ബാങ്കിൽ നോക്കണമെങ്കിൽ അത് എവർ ഇൻക്രീസിങ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ ആദ്യം കുറച്ച് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് തുടങ്ങും, പിന്നെ അത് കൂടി വരും. അതുപോലെ തന്നെ ലോൺ ആദ്യം കുറച്ച് പേർക്ക് കൊടുക്കും, പിന്നെ ആ ലോണിൻ്റെ കൊടുക്കണതിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അതായത് അവിടെ ഒരു എക്സ്പാൻഷനാണ് നടക്കുന്നത്. ever increasing function. There is a continuous expansion and diversification and as regard to the function, services and activities of a bank. അതായത് അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷനും ഒക്കെയാണ് നടക്കുന്നത്. നെക്സ്റ്റ്, കണക്റ്റിംഗ് ലിങ്ക്. കണക്റ്റിംഗ് ലിങ്ക് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ, ഒരു ബാങ്ക് ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട് വർത്തിക്കുകയാണ്. അതായത് ഡെപ്പോസിറ്റുകളുടെയും ലെൻഡേഴ്സിൻ്റെയും ഇടയ്ക്ക് ഒരു ആളായിട്ടാണ് ബാങ്ക് വർത്തിക്കുന്നത്. അതായത് ഇവർ പബ്ലിക്കിൻ്റെ നിന്ന് ഫണ്ട് അവർ കളക്ട് ചെയ്യും. പബ്ലിക്കിൻ്റെ നിന്ന് ഫണ്ട്, അതായത് കൂടുതലുള്ള ഫണ്ട് പബ്ലിക്കിൻ്റെ നിന്ന് കളക്ട് ചെയ്ത് അത് ആർക്കാണോ ആവശ്യം ആ ആവശ്യക്കാർക്ക് അത് കൊടുക്കും. അപ്പോൾ ഇതൊരു കണക്റ്റിംഗ് ലിങ്കായിട്ടാണ് വർത്തിക്കുന്നത്. ബാങ്ക് ഡെപ്പോസിറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ലോൺ പ്രൊവൈഡേഴ്സിൻ്റെയും ഇടയിൽ ഒരു ലിങ്കായിട്ടാണ് വർത്തിക്കുന്നത്. അതാണ് കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. എ ബാങ്ക് ആക്ട് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ഓഫ് മണി. ബോറോവേഴ്സിൻ്റെയും ലെൻഡേഴ്സിൻ്റെയും ഇടയ്ക്ക് ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ടാണ് ബാങ്ക് വർത്തിക്കുന്നത്. എ ബാങ്ക് കളക്ട് മണി ഫ്രം ദോസ് ഹു ഹാവ് സർപ്ലസ് മണി ആൻഡ് ഗേവ് ദ സെയിം ടു ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് മണി. ആർക്കാണ് ഫണ്ട് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ സർപ്ലസ് ഫണ്ട് ഉള്ളവരുടെ നിന്ന് കളക്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ബാങ്ക് വർത്തിക്കുന്നത്, കണക്റ്റിംഗ് ലിങ്കായിട്ട് വർത്തിക്കുന്നത്. ഡെപ്പോസിറ്റിൻ്റെ ലോണിൻ്റെ ഇടയിലായിട്ടുള്ളൊരു ലിങ്കായിട്ടാണ് ബാങ്ക് വർത്തിക്കുന്നത്. നെക്സ്റ്റ്, ബാങ്കിങ് ബിസിനസ്. നമ്മുടെ ഒരു ബാങ്കിൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ബിസിനസ്സാണ്. ബാങ്കിങ് ബിസിനസ്സാണ്. ഏതൊക്കെ സബ്സിഡറി അതർ ഫങ്ഷൻസ് ഉണ്ടായാലും മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് ബിസിനസ്സാണ്. എ ബാങ്ക്സ് മെയിൻ ആക്ടിവിറ്റി ഷുഡ് ബി ഡു ദ ബിസിനസ് ഓഫ് ബാങ്കിങ് വിച്ച് ഷുഡ് നോട്ട് ബി സബ്സിഡറി ടു അതർ ബിസിനസ്. അത് വേറെ സബ്സിഡറികളൊന്നല്ല, മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ബിസിനസ്സാണ്. നെക്സ്റ്റ് പറയുന്നത് യുണീക്നെസ്. അതായത് ഒരേമാതിരി ആവാനായിട്ട്. അതായത് ഏതൊരു ബാങ്കാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു വേർഡ്, ബാങ്ക് എന്ന് പറഞ്ഞൊരു വേർഡ് ആഡ് ചെയ്യും. ഇത് ആൾക്കാർക്ക് മനസ്സിലാവാനാണ് അവിടെ ബാങ്കിങ് ബിസിനസ്സാണ് നടക്കണതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാണ്. എല്ലാ ബാങ്കിൻ്റെ പേരിൻ്റെ അവിടെ ഒരു ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ഫണ്ടാണ് നടക്കണതെന്ന് പബ്ലിക്കിന് ഇൻഫോം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എല്ലാ ബാങ്കിനും ഒരു യുണീക്നെസ് വരുത്താനായിട്ട് ആ ബാങ്ക് എന്ന് പറഞ്ഞ വേർഡ് ആഡ് ചെയ്യും. A bank should always add the word bank to its name to enable the pupil know that it is a bank and it is dealing in money. അവിടെ ഫണ്ടിൻ്റെ ഡീലിങ്സ് ആണ് നടക്കണതെന്ന് അറിയിക്കാനായിട്ടാണ് നമ്മുടെ ബാങ്ക് എന്ന് പറഞ്ഞ വേർഡ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് മീനിങ് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിയത്? ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് പറയുന്നത് ഡീലിംഗ് ഇൻ മണി, സെക്കൻഡ് ഇൻഡിവിജ്വൽ ഓർ ഫേം ഓർ എ കമ്പനി, third acceptance of deposit, fourth giving advances, fifth payment and withdrawal, sixth agency and utility services, seventh profit and service orientation, eighth ever increasing function, 9 connecting link, 10th banking business, 11th uniqueness. ഇത്രയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.